കൊച്ചി എത്തി. വണ്ടി വിട്ടോ. അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു റെസ്റ്റോറന്റ്. ഇങ്ങനൊരു കേരള റെസ്റ്റോറന്റ് ഉള്ള കാര്യം നമ്മൾ അറിയണത് കഴിഞ്ഞ വർഷമാണ്. ഹായ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചി റെസ്റ്റോറൻറ്റിലാണ്. ന്യൂജേഴ്സിയിലാണ് ഈ ഒരു കൊച്ചി റെസ്റ്റോറൻറ്റ് ഉള്ളത്. നമ്മളിതിപ്പം ഒരുപാട് തവണയായി ഇവിടെ വരുന്നു. എന്തായാലും ഇത്തവണ വന്നപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു റെസ്റ്റോറൻറ്റ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ദിവസം നോക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പിന്നെ ദൂരത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ നിരാശയായിട്ട് തിരിച്ചു പോകേണ്ടി വരും. ഞങ്ങളപ്പം ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം മെനു ഒക്കെ നോക്കി എല്ലാം ഓർഡറൊക്കെ ചെയ്തു. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ റെഡിയാവാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ബീഫ് കിട്ടി. ബീഫായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റേ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് റോസ്റ്റ്. ഇത് അപ്പറ്റൈസറായിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പം വിക്കിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഓർഡർ ചെയ്തു. അതിവിടെ വന്നു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ടായിട്ട് ഓർഡർ ചെയ്യാറുള്ളതാണ്. പിന്നെ കരിമീൻ പൊള്ളിച്ചത്, ഇതും നേരത്തെ ഒരു തവണ ട്രൈ ചെയ്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് ഇത് വാങ്ങിയതാണ്. പിന്നെ ഇത് ജാനൂട്ടിയും കുറച്ചൊക്കെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ജാനൂട്ടിക്കും കൂടെ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങി. പക്ഷേ ഇത്തവണത്തെ ടേസ്റ്റ് അത്ര പോരായിരുന്നു എന്നാണ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അവർ പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നത് കൊണ്ടാണോ അങ്ങനെ ആയിപ്പോയതെന്നൊന്നും അറിയില്ല. ആദ്യത്തെ പ്രാവശ്യം ട്രൈ ചെയ്ത സമയത്ത് ഈ ഒരു മീൻ പൊള്ളിച്ചത് ഭയങ്കര സൂപ്പർ ടേസ്റ്റായിരുന്നു. അത് ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് അത്ര പോരാ. ഇനി ഷെഫ് മാറിയതാണോ എന്നുള്ളത് അറിയില്ല. ഇവിടെ നമ്മുടെ കേരള ഐറ്റംസ് തന്നെയാണ് കൂടുതലുള്ളത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നോൺ വെജിറ്റേറിയൻസിന് സ്പെഷ്യലായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അത്ര വിഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് അപ്പം, ഇടിയപ്പം, കടലക്കറി, സ്റ്റൂ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. വെജ് ബിരിയാണി ഉണ്ട്, ഞങ്ങൾ മുൻപ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു കേരള സ്റ്റൈൽ ഫീൽ എനിക്കുണ്ടായിരുന്നില്ല. ആ ഒരു എന്താ പറയുന്നത്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മീൻ പൊള്ളിച്ചതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മെയിൻ കോഴ്സായിട്ട് പൊറോട്ട, ഇടിയപ്പം, കടലക്കറി, പിന്നെ ബിരിയാണിയും കൂടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വിക്കിയുടെ ഫേവറേറ്റ് ആണല്ലോ പൊറോട്ടയും ബീഫും. അവനിങ്ങനെ നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന പോലെ അല്ല പൊറോട്ടയും ബീഫും കഴിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ റാപ്പ് ആക്കിയിട്ടാണ് കഴിക്കുക. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബീഫ് വെച്ച് റോൾ ചെയ്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ എന്തായാലും എനിക്കുള്ള ഓപ്ഷൻ ഈ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടിയപ്പം, കടലക്കറി നല്ലതാണ്. കടലക്കറി ശരിക്കും പറഞ്ഞാൽ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കടലക്കറിയാണ്. ഇവിടെ പക്ഷേ പുട്ടില്ല. ഞാനിങ്ങനെ നോക്കി മെനുവിൽ പുട്ടുണ്ടെങ്കിൽ അതും കൂടെ വാങ്ങിക്കാമായിരുന്നു എന്നുള്ളത്. പക്ഷേ പുട്ട് കണ്ടില്ല. അപ്പം ഇടിയപ്പം വാങ്ങിച്ചു. പിന്നെ അപ്പം ഉണ്ട്, പാലപ്പം ഉണ്ട്. പക്ഷെ ഞങ്ങൾ നേരത്തെയൊക്കെ അപ്പവും പാലപ്പമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടിയപ്പവും ട്രൈ ചെയ്തതാണ്. പക്ഷെ മൂന്നെണ്ണത്തിൽ ബെറ്ററായിട്ട് തോന്നിയത് ഇടിയപ്പമാണ്. പിന്നെ നോൺ വെജിൽ കേരള ഐറ്റംസ് പറയുകയാണെങ്കിൽ ഫിഷ് മോളി, അതുപോലെ കപ്പ, മീൻ കറി, ചെമ്മീൻ്റെ കറി, മട്ടൻ കറി, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ബിരിയാണിയിൽ ചിക്കൻ, മട്ടൻ, അതുപോലെ വെജ് കാലിക്കറ്റ് സ്റ്റൈലിലാണ്. അതായത് കോഴിക്കോടൻ ബിരിയാണിയാണ്. ബിരിയാണി, മട്ടൻ ബിരിയാണിയാണ് ഏട്ടനിവിടെ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്നത്. അത് നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ പ്രൈസ് അത്യാവശ്യം കൂടുതലാണ്, എങ്കിലും ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെ വന്ന് കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ. ചിലപ്പം ചിലർക്ക് ഇഷ്ടപ്പെടുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളിപ്പം നല്ലത് ഭയങ്കര വാവ് എന്ന് പറയണത് ചിലപ്പം അടുത്ത ആളുകൾക്ക് അത് വാവ് ആയിരിക്കില്ല. അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതാണ് മട്ടൻ ബിരിയാണി, നമ്മൾ കോഴിക്കോടൻ സ്റ്റൈലിലുള്ളത്. ഇതിനകത്ത് നമ്മൾക്ക് മുട്ടയും ഒക്കെ കിട്ടും. അതുപോലെ ജീരകശാല അരി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് മധുരത്തിന് അടപ്പായസം, അതുപോലെ പാൽപ്പായസമൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ ഡെസേർട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യണം. ഞങ്ങൾ ഇന്നിപ്പം ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ് ഓർഡർ ചെയ്തത്. പക്ഷേ വിചാരിച്ചതുപോലെ അത്ര രസം ഉണ്ടായിരുന്നില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ആ ഒരു പൂവൊക്കെ വെച്ചിട്ട്. അപ്പം ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കേരള ഫുഡൊക്കെ മിസ്സാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയൻ്റെ അടുത്താണെങ്കിൽ ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് വിൻസറിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പം ഇതിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ എന്തായാലും വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ഫുഡ് വ്ളോഗായിരുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ.